മുംബൈയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ വിഷഗുളിക നൽകി കൂട്ടക്കൊലയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിയുടെ മാനസിക നില പോലീസ് പരിശോധിക്കുന്നു. കുടുംബവുമായി അകന്നു കഴിയുന്ന പ്രതി കസ്റ്റഡിയിലിരിക്കെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകുന്നത്. അതേസമയം പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന അന്വേഷണം മഹാരാഷ്ട്ര ATS തുടരുകയാണ്. 10,000 പേരെ വിഷഗുളിക നൽകി കൊല്ലാനായിരുന്നു പ്രതിയുടെ പദ്ധതി. വേദന സംഹാരി എന്ന് പറഞ്ഞാണ് പ്രതി ഫയാസ് പ്രേംജി ഘോഷയാത്രയ്ക്കിടെ വിഷഗുളിക വിതരണം ചെയ്തത്. 15,000-ഓളം സിങ്ക് ഫോസ്ഫേറ്റ് ഗുളികകളാണ് പ്രതി തയ്യാറാക്കിയത്. കൂട്ടക്കൊലയാണ് താൻ ലക്ഷ്യമിട്ടതെന്ന് പ്രതി പറയുന്നുണ്ട്. എന്താണ് പ്രകോപനമെന്ന കാര്യത്തിൽ പക്ഷേ വ്യക്തതയില്ല. പൂനെയിലുള്ള കുടുംബത്തിന്റെ മൊഴി മുംബൈ പോലീസും മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സേനയും രേഖപ്പെടുത്തി. വർഷങ്ങളായി കുടുംബവുമായി അകന്നു കഴിയുകയാണ് ഫയാസ് പ്രേംജി. 2 വർഷം മുമ്പ് ഭാര്യ ഉപേക്ഷിച്ചു പോയി. പ്രതിയുടെ മാനസിക നില പോലീസ് പരിശോധിക്കും. അതേസമയം പ്രതി ഇറാനിലും ഇറാഖിലും സമീപകാലത്ത് പോയിട്ടുണ്ട്. ബന്ധുക്കളെ കാണാൻ പോയെന്നാണ് മൊഴി. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. തീവ്രവാദ ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാണ്. 50 കിലോയോളം ഫോസ്ഫറസും 30,000 ഒഴിഞ്ഞ ക്യാപ്സൂളുകളുമാണ് വിഷഗുളിക തയ്യാറാക്കാൻ പ്രതി വാങ്ങിയത്. ഇതിന് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വിഷഗുളിക കഴിച്ച് അവശനിലയിലായ 12 പേരും അപകടനില തരണം ചെയ്തു. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.